ഒരാളെ കൊലപ്പെടുത്തി വീട്ടുപരിസരത്ത് കുഴിച്ചിട്ടെന്ന വാർത്ത കേൾക്കുമ്പോൾ ദൃശ്യം സിനിമയാണ് പലരുടെയും മനസ്സിലേക്ക് വരിക. എന്നാൽ ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപ് നടന്ന സംഭവമാണ് ആലപ്പുഴ മാന്നാറിലെ കല എന്ന 20-കാരിയുടെ കൊലപാതകം. കലയെ കൊലപ്പെടുത്താൻ ദൃശ്യം ഒരിക്കലും പ്രചോദനമായിട്ടില്ല. എന്നാൽ തെളിവ് നശിപ്പിച്ചത് ദൃശ്യം മോഡലിലാണോ? കലയുടെ മൃതദേഹം സെപ്റ്റിക് ടാങ്കിൽ നിന്ന് കൂട്ടുപ്രതികൾ അറിയാതെ ഭർത്താവ് അനിൽകുമാർ മറ്റെവിടേക്കെങ്കിലും മാറ്റിയോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇതറിയണമെങ്കിൽ നിലവിൽ വിദേശത്തുള്ള അനിലിനെ നാട്ടിലെത്തിക്കണം. അതിനായി പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട്. നാടിനെ നടുക്കിയ കൊലക്കേസ് 21-അംഗ പ്രത്യേക സംഘമാണ് അന്വേഷിക്കുന്നത്. കൊലപാതകത്തിൽ അനിലിന്റെ മാതാപിതാക്കൾക്കും പങ്കുണ്ടെന്ന് പരാതി വന്നിട്ടുണ്ട്. SP ചൈത്ര തെരേസ ജോണിന്റെ മേൽനോട്ടത്തിൽ ചെങ്ങന്നൂർ ഡിവൈഎസ്പി നേതൃത്വം നൽകുന്ന 21-അംഗ പ്രത്യേക അന്വേഷണ സംഘമാണ് പോലീസ് കസ്റ്റഡിയിലുള്ള 3 പ്രതികളെയും ചോദ്യം ചെയ്തു വരുന്നത്. എങ്ങനെ കൊലപാതകം നടത്തിയെന്ന കാര്യത്തിൽ പ്രതികൾ നൽകുന്ന മൊഴികളിലെ വൈരുദ്ധ്യം പോലീസിനെ കുഴയ്ക്കുന്നുണ്ട്. കൊലപാതകത്തിന് ശേഷം മൃതദേഹം പുഴയിൽ ഉപേക്ഷിക്കാനാണ് ആദ്യം തീരുമാനിച്ചിരുന്നതെന്ന് പ്രതികളിൽ ഒരാൾ മൊഴി നൽകി. പക്ഷേ സാഹചര്യം അനുകൂലമല്ലാതിരുന്നതിനാൽ തീരുമാനം മാറ്റുകയായിരുന്നു. പിന്നീടാണ് കാറിൽ മറ്റൊരിടത്തേക്ക് മൃതദേഹം കൊണ്ടുപോയത്. സെപ്റ്റിക് ടാങ്കിൽ തന്നെയാണോ അതോ മറ്റെവിടെയെങ്കിലും മൃതദേഹം മറവ് ചെയ്തതെന്നാണ് പോലീസിന്റെ സംശയം. ഇക്കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സെപ്റ്റിക് ടാങ്കിൽ മറവ് ചെയ്ത മൃതദേഹം അനിൽകുമാർ പിന്നീട് മാറ്റിയോ എന്നും അന്വേഷിക്കുന്നുണ്ട്. ഇസ്രായേലിലുള്ള അനിലിനെ നാട്ടിലെത്തിക്കുക എന്നതാണ് ഏറ്റവും നിർണായകം. ഇതിനായി CBI വഴി ഇന്റർപോളിന്റെ സഹായം തേടിയിട്ടുണ്ട്. മൃതദേഹം എവിടെയെന്ന കാര്യത്തിൽ കൃത്യമായി വിവരമറിയാവുന്നത് അനിലിനാണെന്നും പോലീസ് കരുതുന്നു. ജൂലൈ 8 വരെയാണ് പ്രതികളുടെ കസ്റ്റഡി കാലാവധി. ഈ കാലാവധി തീരുന്നതിന് മുമ്പ് അനിലിനെ നാട്ടിലെത്തിച്ച് പ്രതികളെ ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ. സാക്ഷി സുരേഷിന്റെ മൊഴിയും 2 മുതൽ 4 വരെയുള്ള പ്രതികളുടെ മൊഴിയുമാണ് നിലവിൽ പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട തെളിവുകൾ. ഇതിനിടെ കേസിൽ അനിലിന്റെ മാതാപിതാക്കളുടെയും സഹോദരിയുടെയും പങ്കന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കലയുടെ സഹോദരൻ രംഗത്തെത്തിയിട്ടുണ്ട്. കലയുടെ സുഹൃത്തായിരുന്ന കുട്ടമ്പേരൂർ സ്വദേശിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. കലയെ ഒടുവിൽ കണ്ടത് എറണാകുളത്ത് വെച്ചാണെന്ന് ആൺ സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട്. മാന്നാറിലെ വീട്ടിൽ നിന്ന് പോയ ശേഷം കല എറണാകുളത്തെ വസ്ത്രശാലയിൽ ജോലി ചെയ്തിരുന്നെന്നും ഒരു തവണ മാത്രമാണ് ജോലി സ്ഥലത്തെത്തി കലയെ കണ്ടതെന്നുമാണ് ഇയാൾ പോലീസിനെ അറിയിച്ചത്. കലയുടെ ഭർത്താവിന്റെയും ബന്ധുക്കളുടെയും ഭാഗത്തു നിന്ന് ഭീഷണി നേരിട്ടിരുന്നെന്നും ആൺ സുഹൃത്ത് മൊഴി നൽകിയിട്ടുണ്ട്. 15 വർഷം മുമ്പ് നടന്ന കൊലപാതകമായതുകൊണ്ട് സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കണ്ടെത്താൻ പോലീസിന് കഴിയില്ല. അതുകൊണ്ട് തന്നെ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ നിർണായകമാകും. ന്യൂസ് 18 ആലപ്പുഴ.